എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ, അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് ഇത്. ഞങ്ങൾ കടലയാണെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ നോക്കിയപ്പോൾ ഒരു കണ്ണ് പോലെ ഇരിക്കുന്ന ഒരു പയറുണ്ടല്ലോ, അതാണ്. വീഡിയോയിൽ വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു, തെറിച്ചു പോയി. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാനോർത്ത് പിന്നെ എന്തായാലും കിച്ചണിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് തൂത്തുവാരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് കടലയൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് വേവിക്കാൻ വെക്കും. അപ്പം അത് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ഇതിരുന്നങ്ങ് വെന്തോളുമല്ലോ. അപ്പോൾ ആദ്യം അതാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് നേരം ഈ കടല ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ അഴുക്കായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ വൈകുന്നേരമാണ് ഫുഡിന് കൂട്ടാൻ മെയിനായിട്ട് വെച്ച് വെക്കാറുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ കൂട്ടാനെല്ലാം ഇരിപ്പുണ്ടല്ലോ, സമയമാകുമ്പോഴത്തേനും പിന്നെ ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഇപ്പോൾ 1, 2, 3 ദിവസം അങ്ങനെ അത്രയൊന്നും വെച്ച് വെക്കത്തില്ല. മാക്സിമം 2 ദിവസത്തേനൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ കടല നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ശരിയാക്കാം എടുക്കാം. പിന്നെ മീനാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ കണ്ടോ, ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. എനിക്ക് ഈ മീനിങ്ങനെ സ്കിന്നിങ്ങനെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇച്ചിരി പാടായിരുന്നു. ഇതിങ്ങനെ മുറിച്ചെടുത്തതായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഫുള്ളാണെങ്കിൽ അതിൻ്റെ സ്കിൻ ഊരിയെടുത്ത്. കാരണം ഇത് ദശയ്ക്ക് ഒട്ടും കട്ടിയില്ലാത്ത മീനായിരുന്നു. ഏത് മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ നന്നായിട്ടാണെങ്കിൽ ഇതിങ്ങനെ നമുക്കാണെങ്കിൽ പിന്നെ ഒരു സൈഡിലത്തെ ആണെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ നമുക്ക് വലിച്ച് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഫുൾ അതിൻ്റെ ദശ ഉൾപ്പെടെ ഇങ്ങനെ പോരും. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് എടുക്കാം. അതിൻ്റെ പരിഞ്ഞിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അത് പരിഞ്ഞിലാണ്. നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്നെങ്കിൽ നല്ലൊരു ടാസ്ക് പോലെയായി. പക്ഷേ ഒറ്റ ഒരു മീനായിട്ടായിരുന്നെങ്കിൽ ഫുള്ളായിട്ടുള്ളതാണ് നമ്മൾ ആദ്യം അതിങ്ങനെ സ്കിന്ന് ഉരിയെടുത്തിട്ട് പിന്നെ നമുക്കിതിങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുവാണെങ്കിൽ അതാണ് എളുപ്പം. എന്നിട്ട് ഞാൻ വിചാരോട് പറയുകയും ചെയ്തു, ഈ മീൻ മേടിക്കുമ്പം ഇതിൻ്റെ സ്കിന്ന് അത് റിമൂവ് ചെയ്യണമെന്ന് അവരോട് പറയണം. അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ആണെങ്കിൽ വൃത്തിയാക്കി തരും അവർ. നമുക്ക് വന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഒറ്റ ഒരു മീനായിട്ടാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നാക്കി എടുത്തു. അപ്പം ഓൾറെഡി ചായക്കാണെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മീനൂടെ ആണെങ്കിൽ അടുപ്പത്ത് വെച്ച് കഴിയുമ്പം പിന്നെ നമുക്ക് ചായ സ്വസ്ഥമായിട്ട് പോയിരുന്നു കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസവും ചോറുണ്ണാറ് അങ്ങനെ പതിവില്ല. ചായ എന്തെങ്കിലും കുടിക്കും, അതിൻ്റെ കൊണ്ട് എന്തെങ്കിലും കഴിക്കും, അങ്ങനെയാണ് പതിവ്. ചിലപ്പം രാവിലെ റെഡിയാക്കി വെച്ചേക്കുന്നതാണെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദോശയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയായിരിക്കും ചായയും കൂട്ടി അങ്ങ് കഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പം വിചാരമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമുക്കിത് മീൻ അങ്ങോട്ട് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചായക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയാക്കി എടുത്തു. മീൻ കറി വെക്കുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ എണ്ണയിലിട്ടൊന്ന് ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് കേട്ടോ. കാരണം ഈ മീൻ കറിയിലാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാടങ്ങ് കരിഞ്ഞു പോകാൻ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കരിഞ്ഞെല്ലാം മൂത്ത് അങ്ങനെ പോകാതെ. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. പിന്നെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടി ആണെങ്കിൽ മമ്മി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനങ്ങനെ കായപ്പൊടി ഇടാറില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. കായവും ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീനാണെങ്കിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ പൊടികളിലായിട്ട് ഉലുവാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പുളിവെള്ളമാണെങ്കിൽ ഒഴിച്ച് നമ്മുടെ മീനും ഇട്ട് മീനൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളൊക്കെ മീനാണെങ്കിൽ റെഡിയാക്കുന്ന ഏത് രീതിയിലായിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. മുളകിട്ടുള്ളൊരു മീൻ കറിയാണ് എപ്പോഴും ചെയ്യുന്നത്. തേങ്ങ അരച്ച മീൻ കറിയൊന്നും അധികം ഒന്നും ചെയ്തില്ല. മക്കൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ.
പക്ഷേ മിക്ക സമയത്ത് ഇതുപോലെ ആയിരിക്കും. ഇവിടെ പിന്നെ മീനുണ്ടെങ്കിൽ പിന്നെ എൻ്റെ മോന് പിന്നെ അത് മതി. മീൻ ഒരുപാട് ഇഷ്ടമാണ്. വെറുതെ അവനിങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലാതെ ചുമ്മാതെ കഴിക്കാനാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. അതിപ്പോൾ എരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. പക്ഷെ നേരത്തെ പിന്നെ എഞ്ചു മോളാണെങ്കിൽ അവൾക്ക് വലിയ താല്പര്യമാണെങ്കിൽ മീനോടില്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം കഴിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവനാണ് മെയിനായിട്ട് ആൾ, മീനിൻ്റെ ആളാണ് അവൻ. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം ആണെങ്കിൽ വെച്ച് വെക്കുന്നത് കൊണ്ട് രാവിലെ ഒത്തിരി ആശ്വാസമാണ്. അപ്പോൾ രാവിലെ പിറ്റേ ദിവസത്തേന് അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണെങ്കിൽ ഇന്ന് കൂട്ടാനൊന്നും വെച്ചിട്ടില്ലല്ലോ, എന്ത് ചെയ്യും, ആ ഒരു ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കറിയൊക്കെ വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാണ്. അപ്പം മീൻകറിയൊക്കെയാണ് ഇപ്പോൾ വൈകിട്ട് വെക്കുന്നതെങ്കിൽ അന്ന് വൈകിട്ട് ചിലപ്പം ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ആണെങ്കിൽ ദോശയുടെ മാവൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകിട്ട് അതായിരിക്കും റെഡിയാക്കുന്നത്. അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ കൂട്ടി അങ്ങനെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കറിയായിട്ടൊന്നും റെഡിയാക്കത്തില്ല. അപ്പോൾ നമ്മുടെ പുളിയാണെങ്കിൽ ഉപ്പും കൂട്ടി പിന്നെ വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും വെള്ളവും ഉൾപ്പെടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനാണെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. മീനാണെങ്കിൽ കറിയാക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പായിരുന്നു അതിനകത്ത് ഇട്ടിരുന്നത് നമ്മുടെ പുളിക്കകത്ത്. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കി ഉപ്പ് കൂടെ ആണെങ്കിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന ഉപ്പും ഇവിടെ നിന്ന് മേടിക്കുന്ന ഉപ്പും വ്യത്യാസമുണ്ട്. നമുക്ക് നാട്ടിലാണെങ്കിൽ കുറേ നമ്മൾ ഉപ്പിടുന്നതിൻ്റെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായി പോകും. അപ്പോൾ ഈ ഉപ്പിനാണെങ്കിൽ അങ്ങനെ പറയത്തില്ലേ, അത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് പിന്നെ ഞാൻ എപ്പോഴാണെങ്കിൽ ഉപ്പ് കുറച്ചിടാനാണ് നോക്കുന്നത്. അഥവാ കൂടിപ്പോയാലും കുറച്ചുകൂടെ ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുറഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. കൂടിപ്പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. കൂടിപ്പോയാൽ ചിലപ്പോൾ ആണെങ്കിൽ മീൻകറിക്കകത്തൊക്കെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറയും. എന്നാലും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ടിട്ട് നമുക്കതിനെ അപ്പോഴത്തേനും നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. പക്ഷേ മീനിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് മീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാമോ? അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടില്ല, മക്കൾ വരുന്ന സമയത്ത് ടിഫിൻ ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കഴുകി വെച്ചേക്കും. അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേന് വെള്ളം തോന്നു കഴിയുമ്പോഴത്തേന് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി ഞാൻ വെക്കാൻ പതിവുണ്ട്. കാരണം രാവിലെ നമുക്കിത് എടുക്കാൻ അപ്പോൾ എളുപ്പമായിരിക്കും. എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ നമുക്കിത് എടുക്കാനും പാടാണ്. പിന്നെ അതുപോലെ ഇതെല്ലാം സെപ്പറേറ്റ് ഇരിക്കുന്നതിനായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ എപ്പോഴും ഞാൻ വെച്ചേക്കാറുണ്ട്. അപ്പം നമ്മുടെ പാത്രങ്ങളാണെങ്കിൽ ഉള്ളതെല്ലാം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പം ഇങ്ങനെ പാത്രമാണെങ്കിൽ പാചകത്തിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നതോ അങ്ങനെ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ്. മാക്സിമം ഞാനാണെങ്കിൽ ഇങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അതാണെങ്കിൽ വെള്ളം തോന്നു കഴിയുമ്പം അതത് സാധനത്തെടുത്ത് മാറ്റി വെക്കാനാണ് പതിവ്. ഇങ്ങനെ ഫുള്ളിങ്ങനെ നമ്മൾ കഴുകി വെച്ചെന്ന് പറഞ്ഞാലും ഓരോന്നോരോന്നെടുത്തിട്ട് പാത്രമാണെങ്കിലും വേറെ എന്ത് സാധനമാണെങ്കിലും പാചകത്തിൽ ഇങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ കിച്ചൺ ചെറിയൊരു കിച്ചണാണ്. അധിക സാധനങ്ങളൊന്നും ഇതിനകത്ത് വെക്കാനും പറ്റത്തില്ല, പാചകത്തിലൊന്നും വെക്കാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കറിയോ കാര്യങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് വാങ്ങി വെക്കാനാണെങ്കിലും അധിക സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കിച്ചൺ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വൃത്തിയാക്കിയിട്ട് വെച്ച് നമ്മൾ പണി ചെയ്ത് അപ്പം തന്നെ നമ്മുടെ പാത്രവും ബാക്കി വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ വലിയൊരു ആശ്വാസമായിരിക്കും. പിന്നെ നമ്മളാണെങ്കിൽ വീണ്ടും കിച്ചണിലോട്ട് കയറി വരുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെ നമ്മളത് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ദിവസം നമ്മൾ മടിക്കും. ഓക്കെ പിന്നെ നമുക്കിത് കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടിട്ട് പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് കയറാനേ ഒരു ഭയങ്കര മടി തോന്നും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പം പ്രത്യേകമാണെങ്കിൽ പാത്രം കഴുകുന്ന ആ ഒരു സെയിം സ്ക്രബ് കൊണ്ടല്ല ഞാൻ പിന്നെ അവിടെ ആണെങ്കിൽ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. വേറൊരു സ്ക്രബ് അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അത് നമ്മുടെ കടലയാണെങ്കിൽ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കടലക്കറിയാണെങ്കിൽ
എല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കടലക്കറിക്ക് ഞാൻ കുറച്ച് കടല എടുത്തിട്ട് കറിയായിട്ടും വെച്ചു, കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ദോശയാണ് റെഡിയാക്കിയത്. അപ്പം ദോശയ്ക്ക് കൂടാണെങ്കിൽ നമുക്ക് കടലക്കറിയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ പകുതി കടല മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണെങ്കിൽ റോസ്റ്റ് പോലെ റെഡിയാക്കുമ്പോൾ ചോറിൻ്റെ കൂടാണെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ എല്ലാവർക്കും അതാണെങ്കിൽ താല്പര്യമാണ്. അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ചോറ് ഉച്ചയ്ക്ക് ബാലൻസ് വന്നത് എടുത്താണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ അത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ഫുൾ അഴുക്കായി പോവും. കാരണം ഇപ്പോൾ ചൂട് അതുപോലെ കൂടുതലാണ്. അപ്പോൾ ചോറാണെങ്കിലും കറികളാണെങ്കിലും ബാലൻസ് ഉള്ളത് അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എല്ലാം നശിച്ചു പോകാറുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 2 നമ്മുടെ പച്ചമുളകും സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, കറിവേപ്പിലയും കൂടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചാൽ മതി. കാരണം പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് നേരം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കടല ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സവാള എല്ലാം കൂടെ ആണെങ്കിൽ വീണ്ടും വഴണ്ട് വന്നോളും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വഴണ്ട് വന്നു കഴിഞ്ഞുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകും പിന്നീട് നമ്മളെല്ലാം കൂടെ വീണ്ടും ഇടുമ്പോൾ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൊണ്ടാണെങ്കിൽ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് നമുക്ക് കടല ഉടനെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിനകത്ത് വീണ്ടും വെള്ളമൊന്നും ഒഴിച്ച് അത് ചെയ്തില്ല. കടലയ്ക്കകത്തുള്ള കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെള്ളം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ നല്ലതായിരുന്നു എന്നോർത്തു. കടല അടിപൊളിയായിരുന്നു, പിള്ളേർക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം കടല കറിയായിട്ടൊന്നും കൂട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ റോസ്റ്റായിട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങളതെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് എടുക്കുന്നവരുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം. കുറച്ച് സവാളയുടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു സവാളയുടെ 2 സവാള, ഇപ്പോൾ ഞാൻ ഒരെണ്ണമല്ലേ ഇട്ടേക്കുന്നത്, ഒരെണ്ണം കൂടെ ഒക്കെ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് ഒത്തിരി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇത്രയും തന്നെ ധാരാളമായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കടല റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കടലയും റെഡി ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മീൻകറി നല്ല ടേസ്റ്റായിരുന്നു, പുളിയും എരിയും ഉപ്പും എല്ലാം പാകത്തിനൊക്കെ ആയിരുന്നു. അടിപൊളി മീൻകറിയും പിന്നെ കടല നമ്മൾ റോസ്റ്റ് ചെയ്തതും എല്ലാം കൂടെ അങ്ങ് റെഡിയായി. അപ്പോൾ അതൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. അന്നേരമാണ് നോക്കിയപ്പം പാവയ്ക്ക ഇരിക്കുന്നു. പാവയ്ക്ക ആണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അതാണെങ്കിൽ അന്ന് റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു ക്യാരറ്റും ഇരിപ്പുണ്ട്. ആ ക്യാരറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വെച്ചിരുന്ന് അത് അഴുക്കായി പോകും. അപ്പോൾ ആ ഒരു ക്യാരറ്റും എടുത്തു. ഈ പാവയ്ക്കായ എടുത്തിട്ട് അതൊന്ന് കുറച്ച് ആ ഒരു നമ്മൾ കടല റോസ്റ്റ് ചെയ്ത ആ സെയിം പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കേട്ടോ. അതിനകത്തിലോട്ട് ഇട്ടൊന്നും വഴറ്റി എടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കായപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഒരു അച്ചാർ പോലെ ആക്കാമെന്ന് പറഞ്ഞു. സാധാരണ ഒരു അച്ചാറിടുന്ന പോലെയല്ല ഞാനിതിട്ടത്. പിന്നെ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തു, ഉപ്പും പാകത്തിനാക്കി. നല്ല ടേസ്റ്റായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിട്ട് അങ്ങ് ചെയ്തെടുത്തു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. മക്കൾ പക്ഷേ ഇത് കൂട്ടിയില്ല കേട്ടോ, അവർക്ക് അച്ചാറിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നോക്കിയപ്പം കുറച്ചാണെങ്കിൽ നമ്മുടെ ഇഞ്ചിയൊക്കെ ഏറെ ഇരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അഴുക്കായിപ്പോൾ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് എണ്ണയും കൂടെ എടുത്ത് പേസ്റ്റാക്കി വെച്ചു. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ആ സമയത്ത് നമുക്ക് പിന്നെ ക്ലീൻ ആക്കാനൊന്നും നിൽക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാമ്പാറും മീനും കടലക്കറിയും നമ്മുടെ പിന്നെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക്